ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് പോക്കോന്റെ മറ്റൊരു പുലിക്കുട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നത്, മേ ബി ഒരു സിംഹം എന്ന് വേണമെങ്കിൽ പറയാം. പോക്കോ X7 Pro. അപ്പോൾ പോക്കോന്റെ എക്സ് സീരീസും എഫ് സീരീസും പവർ പാക്ഡ് ഡിവൈസസ് ആണ് എപ്പോഴും വരാറ്. അപ്പോൾ ഇത്തവണയും അതിൽ ഒരു കുറവുമില്ല. ഹാർഡ്വെയർ ആസ്പെക്ട്സിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് കിടിലൻ ഹാർഡ്വെയർ ആണ്. Dimensity 8400 Ultra, അതേപോലെ UFS 4.0, LPDDR5X RAM, എല്ലാം തന്നെ കിടിലൻ എക്സ്പീരിയൻസ് ആണ്. 1.5K AMOLED ഡിസ്പ്ലേ, 6550 mAh ബാറ്ററി. ഇനി എന്ത് വേണം? 90 വാട്ട് ചാർജിങ് ഉണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വിശേഷം ഞാൻ ആദ്യം തന്നെ പറയുന്നില്ല. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതുണ്ടല്ലേ പോക്കോ X7 Pro 5G, ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ബാക്കി എല്ലാ ഡീറ്റെയിൽസും പറയാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഡിവൈസാണ്. ഡെഫിനറ്റ്ലി ഇതിൻ്റെ പ്രൈസ് 25,000 to 30,000 റുപ്പീസിന് ഉള്ളിലായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു പ്രൈസ് സെഗ്മെന്റിലായിരിക്കും ഇത് കോമ്പീറ്റ് ചെയ്യുക. അപ്പോൾ അറൌണ്ട് 27 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ടോപ്പ് ആൻഡ് വേരിയന്റ് പ്രോബ്ലി ഒരു 13 അടുത്ത് വരും. അത്രയ്ക്കും പവർഫുൾ ഡിവൈസാണ്. Dimensity 8400 Ultra ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോക്കോ X7 Pro 5G ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജിങ്. പോക്കോ X7 Pro 5G എന്ന് എഴുതിയത് കാണാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കളർ നെബുല ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ്. Dimensity 8400 ചിപ്പാണ്. LPDDR5X റാമും UFS 4.0 എല്ലാം കിടില എക്സ്പീരിയൻസ് ആണ്. 1.5K AMOLED ഡിസ്പ്ലേ, 50 MP ഡ്യുവൽ ക്യാമറ, സോണി ലൈറ്റ് 600 പ്രൈമറി സെൻസറാണ്. ഫ്ലാഗ്ഷിപ്പ് IP68 റേറ്റിംഗ് ഉണ്ട്. അതേപോലെ അൾട്രാ ലാർജ് 6550 mAh ബാറ്ററി. അത് ടെറിഫിക് കപ്പാസിറ്റി എന്ന് വേണ്ടി പറയാം. ഡോൾബി വിഷൻ, അറ്റ്മോസ്, ഡോൾബി അല്ലെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, NFC, ഹാപ്റ്റിക്സ്, ഷോമി HyperOS എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്നും തന്നെ എന്താ പറയുക കോംപ്രമൈസ് ചെയ്തിട്ടില്ല പറയാം. 12GB RAM, 256GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ പോക്കോ X7 Pro 5G. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുറക്കാം. ഇപ്പോൾ ബോക്സ് തുറക്കാം. പോക്കോ X7 Pro 5G ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കാണുന്നത് ഒരു ചെറിയ കേസാണ്. അതിനകത്ത് നമുക്ക് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ, പിന്നെ ഒരു നല്ല TPU കേസ് ആട്ടോ. കണ്ടില്ലേ, നല്ലൊരു TPU കേസ്. പോക്കോൻ്റെ ബ്രാൻഡിങ് കാണാം, കട്ടൗട്ട് എല്ലാം കൊടുത്ത് നല്ലൊരു TPU കേസാണ്. പിന്നെ നമുക്കിവിടെ സിം ഇജക്റ്റ് പിന്നും കാണാം. ഇത്രയാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിവിടെ ഒരു 90 വാട്ട് അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. 6550 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ ഒരു 90 വാട്ട് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു USB Type-C ചാർജിങ് കേബിളുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നെബുല ഗ്രീൻ എന്ന് പറഞ്ഞ കളറ്. ഇതുണ്ടല്ലേ, അപ്പോൾ നല്ല ഒരു സ്റ്റൈലിഷ് ഫോം ഫാക്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഊരി മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ നെബുല ഗ്രീൻ പോക്കോ X7 Pro. ഒരു ഡ്യുവൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഒരു കുറച്ചും ഗ്രേയിഷ് അല്ലെങ്കിൽ ഡാർക്കർ ഗ്രീനും ഇവിടെ കുറച്ചും കൂടെ ലൈറ്റർ ഗ്രീനും. ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കാണാം. ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് കാണാം. മോൾ ഭാഗത്ത് IR ബ്ലാസ്റ്റർ ഉണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, താഴെ USB Type-C പോർട്ട്, അതേപോലെ സിം ഡ്രൈവ് സ്പീക്കർ യൂണിറ്റും കാണാം. ലെഫ്റ്റ് സൈഡിൽ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിവൈസിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. വളരെ നല്ല ഒരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അഗെയിൻ കോമ്പാക്ട് ഫോം ഫാക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ നല്ലൊരു കോമ്പാക്ട് ഫോം ഫാക്ടറിലാണ് വന്നിരിക്കുന്നത്. ബാക്ക് പാനലൊക്കെ പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. ഇത് ഗ്ലാസ് ഒന്നല്ല, പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം പെട്ടെന്ന് തന്നെ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ Dimensity 8400 ചിപ്പാണ്. ഇത് വളരെ ഇൻഫാക്ട് 8400 Ultra ചിപ്പാണ്. വളരെ പവർഫുൾ ആയ ഒരു ചിപ്പാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്യാം. ഇതിനകത്ത് വരുന്നത് ഷോമിന്റെ HyperOS 2.0 ആണ്. Android 15 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. അപ്പോൾ ഫ്രണ്ട് പാനൽ ഡിസൈൻ നോക്കി, വളരെ മിനിമൽ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും നല്ല ഒരു ഡിസൈനാണെന്ന് പറയാം. താഴത്തെ ബെസൽസ് കുറച്ചധികമുണ്ട്, എന്നാൽ സൈഡിലെല്ലാം തന്നെ വളരെ മിനിമലാണ്. കുറച്ചധികം എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി അധികമുണ്ടെന്നേ ഉള്ളൂ. എന്നാലും നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ്. കോമ്പാക്ട് ഫോം ഫാക്ടറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് HyperOS 2.0 എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എഗെയിൻ Android 15 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. HyperOS 2.0. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ എഗെയിൻ നമ്മളിത് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. HyperOS 2.0. നമ്മൾ ജസ്റ്റ് ആപ്പ് ഡ്രോവർ എടുക്കാം.
എഗെയിൻ ഇവിടെ അബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം HyperOS 2.0.1 പോക്കോ X7 Pro, സ്റ്റോറേജ് 256 GB. എഗെയിൻ OS വേർഷൻ 4 പോക്കോ കാണാം, ആൻഡ്രോയിഡ് 15 കാണാം. അതേപോലെ സെക്യൂരിറ്റി പാച്ച് ഡിസംബർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ UI എക്സ്പീരിയൻസ് ഒക്കെ കാണിച്ച് ഏറെക്കുറെ ഷോമീൻ്റെ UI ഒക്കെ തന്നെയാണ്, എന്നാൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം UI കുറച്ചും കൂടെ റിഫൈൻഡ് ആണ്. പിന്നെ ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ, ഫിംഗർ പ്രിന്റ് ആനിമേഷൻസ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ UIൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം HyperOS 1.0 2.0 തമ്മിലുള്ള. എഗെയിൻ ഇവിടെ നമുക്ക് ഏറെക്കുറെ സിമിലർ എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത്. ഇനി ബ്ലോട്ട്വെയർസിൻ്റെ സീൻ എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി കുറച്ച് ബ്ലോട്ട്വെയർസ് ഉണ്ട്, കണ്ടില്ലേ, കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. കണ്ടില്ലേ, ഒരുപാട് ആപ്സ് ആൻഡ് ഗെയിംസ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്, ബ്ലോട്ട്വെയർസ് ഒരുപാടുണ്ട്. ബാക്കി പക്ഷേ നമുക്കിത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഇത്രയാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയുന്നത്. നല്ല സ്മൂത്ത് UI ആട്ടോ. HyperOS 2.0 വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. ലാഗോ ഇഷ്യൂസോ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. അപ്പം നല്ല ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയുകയാണെന്ന് വെച്ചാൽ. ഇനി ഡിസ്പ്ലേൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് 6.67 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്, 1.5K AMOLED ഡിസ്പ്ലേ ആണ്. നല്ല ഒരു റിഫ്രഷ് റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്, 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. അതിനൊപ്പം തന്നെ HDR10+ ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്. റിഫ്രഷ് റേറ്റ് നമുക്ക് ഇവിടെ കസ്റ്റം 120 Hz വരെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്, നല്ല കളേഴ്സും ലാഗ്സോ ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ല, നല്ല ടച്ച് റെസ്പോൺസും ആണ്. അതേപോലെ വളരെ നല്ല റിച്ച് കളേഴ്സാണ്, 10-bit ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല റിച്ച് കളേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ കളർ റിപ്രൊഡക്ഷൻ ഒക്കെ നല്ലതാണ്, മൂവീസൊക്കെ വാച്ച് ചെയ്യാനൊക്കെ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. ഡോൾബി വിഷൻ ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന കണ്ടന്റ് എല്ലാം തന്നെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നെറ്റ്ഫ്ലിക്സിലൊക്കെ വരുന്ന ഡോൾബി വിഷൻ കണ്ടന്റ് ഒക്കെ ഇതിനകത്ത് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ HDR10+ സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. 1.5K AMOLED ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മീഡിയ കൺസെപ്ഷന് ഡെഫിനറ്റ്ലി നല്ലതാണെന്ന് പറയാം. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ നമുക്ക് കിട്ടുന്ന ഡിസ്പ്ലേ എക്സ്പീരിയൻസും പറഞ്ഞു. നല്ല കോമ്പാക്ട് ഫോം ഫാക്ടർ, ഡിസൈനും നല്ലതാണ്. ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് വരാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്, Dimensity 8400 Ultra. അപ്പോൾ കഴിഞ്ഞ വർഷം Dimensity 8300 വന്നായിരുന്നു. അതിനേക്കാളും വെല്ലുവിളിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ഇവിടെ വരുന്നത്. അതിനൊപ്പം തന്നെ LPDDR5X റാമും UFS 4.0 ആണ്. അപ്പോൾ ഗെയിമിംഗ് സെൻട്രിക് ഒരു കിഡിലം എക്സ്പീരിയൻസ് ആണ്, അതിൽ ഒരു സംശയമില്ല. പിന്നെ ആൻറ്റിറ്റ്യൂഡ് സ്കോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആൻറ്റിറ്റ്യൂഡ് സ്കോർ നമുക്ക് കിട്ടിയത് അറൌണ്ട് ക്ലോസർ ടു 15 lakh ആണ് നമുക്ക് കിട്ടിയത്. 15,68,431 ആണ് നമുക്ക് കിട്ടിയത്. എഗെയിൻ ഇത് ക്ലോസർ ടു 17 lakh വരെ പോകാൻ ഉള്ള ഒരു ചിപ്പാണ്, അത്രയും നല്ല പവർഫുൾ ചിപ്പാണ്. ഈവൻ സ്റ്റോറേജ് ചെയ്താലും തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 1,83,000 കിട്ടിയിട്ടുണ്ട്. അതും UFS 4.0 ആണ് വരുന്നത്. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഒരു പവർഫുൾ ഹാർഡ്വെയർ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എസ്പെഷ്യലി ഗെയിമേഴ്സിനൊക്കെ പറ്റിയ ഒരു ഡിവൈസാണ്. അതായത് ആ ഒരു ഏരിയയിൽ ഒരു കോംപ്രമൈസും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഞാനൊരു 3-4 days ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. എന്നാലും ഞാൻ കുറച്ചുകൂടി ടെസ്റ്റ് ചെയ്തിട്ട് ലോഞ്ച് കഴിഞ്ഞിട്ട് വിശദമായി റിവ്യൂ പോസ്റ്റ് ചെയ്യാം. ഹീറ്റിംഗ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം. പക്ഷേ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ ഹീറ്റിംഗ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല, വളരെ കൂളായിട്ട് നിന്നു. അത് മാത്രമല്ല ഇത് ഫോം ഫാക്ടറും ചെറുതാണ്. ഇതിൽ 6550 mAh ബാറ്ററി വെക്കുമ്പോൾ തന്നെ അത്രയ്ക്ക് ഒരു ഹെവിനെസ്സോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബിഗ്ഗർ ഫോം ഫാക്ടർ ഒന്നല്ല, അത്രയും കോമ്പാക്ട് ഫോം ഫാക്ടറിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ തെർമൽസും നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എഗെയിൻ നമ്മൾ കുറച്ചും കൂടെ ടെസ്റ്റ് ചെയ്ത് വിശദമായി പറയാം. ഡ്യുവൽ സിം കാർഡ് 5G സപ്പോർട്ട് ഉണ്ട്. അതേപോലെ തന്നെ അപ് ടു എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വരുന്നത് 512 GB സ്റ്റോറേജ് വരെ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 256 ആണ് മാക്സിമം വരുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ സ്റ്റോറേജിൻ്റെ കാര്യത്തിലും കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നല്ലതാണ്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡിസ്പ്ലേ അടിപൊളിയാണ്, അതിനൊപ്പം തന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് സൂപ്പർബാണ് പോക്കോ X7 Proയിൽ. ഇനി നമുക്ക് ക്യാമറയിൽ പോകാം. ഇവിടെ നമുക്ക് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് കിട്ടുന്നത്. ഒരു പ്രൈമറി 50 MP സോണി ലൈറ്റ് 600 സെൻസറാണ്. അതേപോലെ നമുക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട്. f1.59 അപ്പേച്ചറാണ് വരുന്നത്. അതുകൂടാണ്ട് നമുക്ക് ഒരു 8 MP അൾട്രാ വൈഡും ഒരു 20 MP സെൽഫി ക്യാമറ
ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ക്യാമറേൻ്റെ കാര്യത്തിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്. അഗെയിൻ ഇതൊരു ക്യാമറ സെൻട്രിക് ഡിവൈസ് അല്ല, എന്നാൽ ക്യാമറ കുഴപ്പമില്ല എന്ന് പറയും. ക്യാമറ സെൻട്രിക് ഡിവൈസ് അല്ല, കാരണം ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് ഗെയിമിംഗ് ചിപ്പാണ്. നമുക്കറിയാമല്ലോ പോക്കോന്റെ എക്സ് സീരീസും പെർഫോമൻസ് ഓറിയന്റഡ് ചിപ്പാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് റെഗുലറായി വരുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. നൈറ്റ് മോഡ്, വീഡിയോ റെക്കോർഡിംഗ് എടുക്കുകയാണെങ്കിൽ 4K 60 FPS ഉണ്ട്. സെൽഫിയിൽ നമുക്ക് 4K ഇല്ല, സെൽഫിയിൽ 1080p റെസൊല്യൂഷനേ ഉള്ളൂ. പക്ഷേ റിയർ ക്യാമറയിൽ 4K 60 FPS റെക്കോർഡിംഗ് ഉണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊന്നും കോംപ്രമൈസ് ഇല്ല. പിന്നെ OIS സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതെല്ലാം നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷേ സെൽഫി ക്യാമറയിൽ കൂടി 4K കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അഗെയിൻ അത് വലിയൊരു പോരായ്മയായിട്ട് പറയുന്നില്ല, എന്നാലും നമ്മൾ വ്ളോഗിങ് ചെയ്യണവർക്ക് അതൊരു പ്രോബ്ലി ഒരു ഡീൽ ബ്രേക്കർ ആയിരിക്കാം. പക്ഷേ എഗെയിൻ ഇതാണ് നമ്മുടെ ക്യാമറ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോക്കോ X7 Pro എന്നെടുത്ത് ക്യാമറ സാമ്പിൾസ് കാണാം. ഓവറോൾ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. പെർഫോമൻസ് ഓറിയന്റഡ് ഒരു ഗെയിമിംഗ് ഡിവൈസിന് വേണ്ട ഒരു ക്യാമറ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ക്യാമറയെ കുറിച്ചുള്ള എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് ഇത് നല്ലതാണോ അതോ കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നോ, എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഞാൻ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ക്യാമറയെ കുറിച്ച് വിശദമായി പറയുന്നതാണ്. ഇനി ബാറ്ററി ലൈഫ് 6550 mAh ബാറ്ററി, 90 watt ചാർജിങ്, അറൌണ്ട് സ്ലൈറ്റ്ലി മോർ ദാൻ an hour എടുക്കും ചാർജ് ചെയ്യാൻ. എന്നാലും 6550 mAh ബാറ്ററി, എനിക്ക് തോന്നുന്നു ഈ അടുത്തിറങ്ങിയ ഫോൺസിൽ ഇത്രയും കോമ്പാക്ട് ഫോം ഫാക്ടറിൽ ഇത്രയും നല്ല അടിപൊളി ബാറ്ററി ലൈഫ് കിട്ടിയ ഒരു ഫോൺ വേറെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും നല്ല സൂപ്പർ ബാറ്ററി ലൈഫാണ്. പിന്നെ 90 watt ചാർജർ ഇൻക്ലൂഡഡ് ആണ് ബോക്സ് പാക്കേജിങ്ങിൽ. അപ്പോൾ അതും നല്ലതാണ്. അപ്പോൾ ബാറ്ററി ലൈഫിൽ ഒരു കംപ്ലൈൻറ്റ് തന്നെ പറയാനില്ല, സൂപ്പർബ് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു പോക്കോ X7 Proന്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് ഓവറോൾ വളരെ ഇഷ്ടപ്പെട്ടു ഡിവൈസ്. എല്ലാം കൊണ്ടും തന്നെ നല്ലതാണ്, എന്നാൽ ചെറിയ ചെറിയ പോരായ്മകളുണ്ട്. ഒബ്വിയസ്ലി സെൽഫി ക്യാമറയ്ക്ക് വീഡിയോ റെക്കോർഡിംഗ് 4K ഇല്ല, അതേപോലെ തന്നെ ബ്ലോട്ട്വെയർസ് കുറച്ച് അധികമുണ്ട്. എന്നാൽ പോലും ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ട് തന്നെ അടിപൊളി എക്സ്പീരിയൻസ്. കാരണം IP69 68 റേറ്റിംഗ് ഉണ്ട്. പിന്നെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, ഫിറ്റ് ആൻഡ് ഫിനിഷ് നല്ലതാണ്, ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. എല്ലാം കൊണ്ട് തന്നെ HyperOS 2.0 വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സോളിഡ് എക്സ്പീരിയൻസ് ആണ് പോക്കോ X7 Pro നൽകുന്നത്. ക്യാമറയിൽ പ്രോബ്ലി ഓബ്വിയസ്ലി ക്യാമറ സെൻട്രിക് അല്ലാത്തതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസേ നമുക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും തന്നെ ഒരു ടോപ്പ് ഓഫ് ദി ലൈൻ മിഡ് റേഞ്ച് ഡിവൈസ് എന്നുള്ള നിലയ്ക്ക് ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കുക. പ്രൈസിങ് 30,000 രൂപയ്ക്ക് താഴെയാവുമെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ അറൌണ്ട് 27 to 30 റേഞ്ചിലായിരിക്കും. അതായിരിക്കും എനിക്ക് തോന്നുന്നു. അതിലും കുറയുകയാണെങ്കിൽ ഇതിലും മികച്ച ഒരു ഡിവൈസ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നല്ല ഹാർഡ്വെയർ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഇത് ലോഞ്ച് ആവുന്നത് നാളെ വൈകുന്നേരമാണ്, അതായത് 9-ാം തീയതി വൈകുന്നേരം 5:30 മണിക്കാണ് ലോഞ്ച്. നമ്മൾ ആക്ച്വലി ലോഞ്ചിന് പോകുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.